വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മളൊരു ഫ്രൈ റോസ്റ്റ് അങ്ങനത്തെ പോലത്തെ ഒരു കറി ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ചിക്കൻ, മീൻ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഇന്ന് സോയ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരും. ഇന്ന് അമ്മയാണ് ഷെഫ്. ഇവിടെ ആയതുകൊണ്ട് ഇനി കുറച്ച് ദിവസം അമ്മയായിരിക്കും നമ്മുടെ മെയിൻ ഷെഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടത്, ഇതൊരു സോയ ഫ്രൈ കറി എന്നാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് 10 മിനിറ്റ് വെള്ളത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. 10 മിനിറ്റ് വെള്ളത്തിലിട്ട് ഇത് നമ്മൾ പിഴിഞ്ഞ് വെള്ളം കൂടെ നിൽക്കുന്നവർക്ക് സഹായിക്കാം. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കിച്ചണൊക്കെ കുറച്ച് റിനോവേറ്റ് ചെയ്തേട്ടോ. അപ്പോൾ ഇനി കുറച്ചധികം വീഡിയോസ് അതിലിടാൻ ലൈക്ക് നല്ല കുക്കർ ബിരിയാണി ഇടയ്ക്ക് വെച്ചായിരുന്നു, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ 2-3 വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ റെസിപ്പിയാണ്. ഏത് കുക്കർ ബിരിയാണിയാണ്? കുക്കർ ബിരിയാണി ചിക്കൻ വെച്ച് അവൻ ഈ ഇടയ്ക്ക് പോത്ത് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ വെള്ളമെല്ലാം മൊത്തം വാർന്നു. അതാ ഓക്കെ. ഇനി അടുത്ത പരിപാടി ഇതിനി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ വേവിക്കാൻ വെക്കും. ഓക്കെ, അപ്പം നമുക്കത് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തത്. വേവിച്ചതിന് ശേഷം ഇങ്ങനെ അത് ഇഞ്ചി കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി നമ്മൾ മസാലാസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം പെപ്പർ ഇടുവാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. നെക്സ്റ്റ് നമ്മളിതാ മുളകിട്ടു, മഞ്ഞപ്പൊടി. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അതോ കുക്ക് ചെയ്യടോ? ഇല്ല, ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കും. എത്ര മിനിറ്റ്? ഞാൻ ഒരു അരമണിക്കൂർ വയ്ക്കും. അപ്പോൾ ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കാമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് നേരം മസാല ഇട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ടൈം ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം അരിഞ്ഞ കേട്ടോ. എന്നെ കൊണ്ട് ഇവർ നല്ല ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് ഗൈസ്. വളരെ വളരെ ഭംഗിയായിട്ടാണ് ഞാനിത് അരിഞ്ഞത്. ഇപ്പം എത്ര മാസം? 8 മാസത്തിന് ശേഷം ഉള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരിയാറൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അരിയാറുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് നമ്മളൊരു 4-5 ഓണിയൻ എടുത്ത് ഇതാ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ആക്ച്വലി സോസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ സോസ് കഴിക്കാറില്ല പുറത്തു പോകും. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അമ്മയുടെ ഒരു മനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ അടിച്ച് പൾപ്പ് മാത്രം എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ജിഞ്ചറും ഗാർലിക്കും കൂടെ അതൊന്ന് അടിച്ചെടുത്തു. പിന്നെ പച്ചമുളകല്ല, ചുമന്ന മുളക്. പച്ചമുളകിൻ്റെ ചുവപ്പ് കളർ അതറിയാലോ, അത് വേറെ ടേസ്റ്റാണ്. അപ്പം ഇത്രയും സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമ്മൾ മെയിൻ കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ് ഗൈസ്. നമ്മളൊരു പാത്രം, ഒരു പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചു. അതിൽ ഓയിൽ ഒഴിക്കുകയാണ്. എന്താ സൺഫ്ലവർ അത് വെളിച്ചെണ്ണ. പിരിയൻ, കരിവേപ്പില. തൃശ്ശൂരൊക്കെ വേപ്പില എന്ന് പറയും. ശ്രീലക്ഷ്മിയൊക്കെ ഇതിന് വേപ്പില എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് മല്ലിയില ഇടുകയാണ്. ഇതെന്താ? എൻ്റെ സ്പെഷ്യൽ
ഗരം മസാല. നമ്മൾ ഈ കടു വറുക്കുമ്പോൾ തന്നെ ഈ മസാല കൂട്ട് അതിലിട്ടാലേ നല്ലൊരു സ്മെല്ലാണ്. അത് ചിക്കൻ വയ്ക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ സ്പെഷ്യൽ മറ്റേ ചിക്കൻ ഉണ്ടല്ലോ, ഉള്ളി ഒത്തിരി ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ വയ്ക്കൂലേ, അതിനിങ്ങനെയാണ്. ഞാൻ പാടുപെട്ടായിരുന്ന ഉള്ളി ഗൈസ്, ഏതാനും നിമിഷത്തിന് ഉള്ളി. കാലാകാലമായി ചെയ്തു വരുന്നൊരു സമ്പ്രദായം. സവാള വിശക്കുമ്പോൾ ഉപ്പിടുക. അതില് കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാട്. ഇങ്ങനെ വയറിങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റൂല. ഞാൻ മുഖം കഴുകുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് പൊക്കവും കൂടെ കുറവായതുകൊണ്ട് മറ്റേ ഇതിവിടെ വരുമ്പോൾ പൊക്കമുള്ളവരാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഇത് തട്ടിയേ നിൽക്കാൻ പറ്റുള്ളൂ. സൈഡിൽ ദോശ കിടുന്നു. അടുത്ത നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി അടിച്ചു വെച്ചതാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അമ്മ ഇത് ഫുൾ ഇടട്ടോ? വേണ്ട, ഹാഫ് ഹാഫ് ഹാഫ്. അതെന്തിനാണ് ഈ ഓരോന്നിട്ടിട്ട് വശകന? പറയൂ പറയൂ. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇവർക്കും ഇട്ടോ പച്ചമുളക് ഇട്ടോ. പച്ചമുളക് എൻ്റെ എന്നിട്ട് ചുവന്നാണല്ലോ ഇടുന്നത്. അത് ഞാൻ ഇത് നോക്കി പറക്കി എടുക്കണതാണ്. ഇതിട്ടേ ചമ്മന്തി ഉണ്ടാക്കണം. അപ്പം നാളെ അതിട്ട് ചമ്മന്തി, തട്ട് ദോശ. അയ്യോ അതങ്ങനെയല്ല ഗൈസ്, മറിച്ചിടും. ഇതിട്ട് എന്തോന്ന് ചമ്മന്തി ഉണ്ടാക്കണേ? മറ്റേ നമ്മുടെ കട്ടച്ചമ്മന്തി ഇല്ലേ? അപ്പം നാളെ കട്ട ചമ്മന്തി. അമ്മ റാഗി ഇല്ലേ, റാഗി ദോശ ഉണ്ടാക്കുന്നതിന് അരുളൊക്കെ ചോദിച്ചു. അതിൻ്റെ റെസിപ്പിയാണ്, അതെങ്ങനെ കുതിർക്കണത്, അരയ്ക്കണത്. അത് ചെയ്തില്ല. ഓ അടുത്ത നമ്മൾ ദദിബ് ഒഴിക്കാൻ പോവുകയാണ്. സോയ സോസ് അല്ല, ടൊമാറ്റോ സോസിന് പകരമാണ് ഒഴിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെടാൻ വയ്യാത്തവർ ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതി. ടൊമാറ്റോ സോസ് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പണ്ട് ഫുഡ് ആൻഡ് ന്യൂട്രിയൻസിൻ്റെ ടീച്ചറായിരുന്നു. എങ്ങനെയാണ് നിനക്ക് തന്നോണ്ടിരുന്നത്? അതിൻ്റെ അഹങ്കാരം എന്നാണ് പറയുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയ ആഡ് ചെയ്യുവാണ്. ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ മൊരിച്ചിടാം. ഇപ്പം നന്ദനയ്ക്ക് വിശന്ന് പോയെന്നാണ് പറയണേ. ഇത് എത്രയും താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മല്ലിയിലിടാൻ പോവാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇനിയുണ്ടല്ലേ. ഇതിൽ നമ്മൾ മസാല ചേർത്ത് ചിക്കൻ ക്യൂബ്സും കൂടെ ആഡ് ചെയ്തു. കിച്ചുവിനത് ഇഷ്ടം. എനിക്ക് കിച്ചു കഴിക്കുന്നില്ലല്ലോ. അപ്പം മല്ലിയിലയിട്ട് ചിക്കൻ ക്യൂബ്സ്. ചിക്കൻ ക്യൂബ്സ് എന്ന് പറയുന്നത് ഇതാണ്, എന്താ ഈ മാഗിയുടെ മാജിക് ക്യൂബ്സ് വിത്ത് ചിക്കൻ. അതിൻ്റെ ഒരു സാഷി ആഡ് ചെയ്തു. നമ്മളൊന്നും കൂടെ സൈഡിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു. കുറച്ച് എരിവുണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഇച്ചിരി മതി. അതൊന്ന് മിക്സ് பண்ணா. ഗ്രേവി ആയിട്ട് അങ്ങനെ എടുക്കുന്നെങ്കിൽ കുറച്ചും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഗ്രേവി ആയിട്ടും എടുക്കാം. നന്ദനയ്ക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. എൻ്റെ അമ്മ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുള്ളൂ. കിച്ചുവിന് പക്ഷേ ഗ്രേവിയൊക്കെ വേണം, കുറച്ച് വെള്ളം മാതിരി. ചിക്കൻ വയ്ക്കുമ്പോൾ ഇവിടെ അടിയാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇതാ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഇതൊന്ന് കുക്കായി വരണം.
എന്നിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് നമുക്ക് പുറത്തുനിന്നൊരു ടെസ്റ്ററിനെ കിട്ടിയിരിക്കുകയാണ്. അല്ലേ റിവ്യൂ കേട്ടിട്ട് കൊള്ളാവോ? പാവം പേടിച്ച് പറയണ കൊള്ളാതെ. അമ്മ ഇനി നാളെ പോകുമ്പോൾ വല്ലതും പറയുമെന്ന് പേടിച്ച്. എന്തെങ്കിലും കൂടിയോ കുറഞ്ഞോ? കറക്റ്റ് തന്നെ. അങ്ങനെ നമുക്ക് കുറേ നാളിന് ശേഷം പുറത്തുനിന്നൊരു ടെസ്റ്ററിനെ കിട്ടിയിരിക്കുകയാണ്. എനിക്കും വിശക്കുന്നു. ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. ഇന്ന് ചെറിയ ദോശ വേണ്ട, ഞാൻ കഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്തോ കിളി പോയതുപോലെ. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയാണ്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കറി കഴിച്ചോട്ടെ. സൂപ്പർ. കൊള്ളാമോ? നല്ല ടേസ്റ്റ് കൂടി. അപ്പം ഇനി ഞാൻ കഴിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിടുന്നത് കുറച്ചും കൂടെ കട്ടിയായിട്ടിരിക്കും. ഇനിയൊരു സമയമാണ് ഫ്രൈ ചെയ്തിടുന്നതാ. സോ ഫൈനലി ഞാനും കഴിച്ചു നോക്കി. എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചു അമ്മ രണ്ടാമത് ഗരം മസാലയൊക്കെ ആഡ് ചെയ്തപ്പം ഓവറായിട്ട് മസാല ആയി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റ് ടേസ്റ്റായിരുന്നു. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.